എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഒമാനിലെ 2 കമ്പനികളിലേക്കുള്ള ഇന്റർവ്യൂ നമുക്ക് നാളെയാണ് നടക്കാൻ പോകുന്നത്. 2 കമ്പനിയും റെസ്റ്റോറന്റ് മേഖലയിലുള്ളതാണ്, റെസ്റ്റോറന്റ് കമ്പനികളാണ്. അപ്പോൾ എന്തൊക്കെ ജോലിയൊഴികളാണുള്ളത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, സാലറി എത്ര, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. നിലവിൽ ഒമാനിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ്. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി അത് റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്റർ വേക്കൻസിയാണ്. 120 ഒമാൻ റിയൽ ആയിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക. ഫുഡ് ഉണ്ടാവും, അക്കോമഡേഷൻ ഉണ്ടാകും. 30 വയസ്സിന് താഴെ പ്രായമുള്ള മലബാർ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, മുൻപരിചയം ആവശ്യമില്ല, മറ്റു യാതൊരു തരത്തിലുള്ള യോഗ്യതയും ആവശ്യമില്ല. പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രായം 21-നും 30-നും ഇടയിലായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. സാലറി ഞാൻ പറഞ്ഞു 120 ഒമാൻ റിയാലാണ്, ഏകദേശം 29,000 രൂപ. ഫുഡും റൂമും ഉണ്ടായിരിക്കും. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. മാസത്തിൽ ഒരു ദിവസമായിരിക്കും ലീവ് ഉണ്ടാവുക. പിന്നെ റെസ്റ്റോറൻറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഏകദേശം 12 മണിക്കൂറിനടുത്ത് വർക്ക് എന്തായാലും ഉണ്ടാകും. മലയാളീസിന്റെ റെസ്റ്റോറൻ്റ് ആണ്, മലയാളീസ് തന്നെയാണ് അവിടെ വർക്കേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് നാളെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഒമാനിലെ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ 1 അല്ല 2 അല്ല 4 എണ്ണമാണ്. കുക്ക്, വെയിറ്റർ, ഫുഡ് പാക്കിംഗ് സ്റ്റാഫ്, അതേപോലെ കിച്ചൺ ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇവിടെ വെയിറ്റർ, ഫുഡ് പാക്കിംഗ് സ്റ്റാഫ്, അതേപോലെ തന്നെ കിച്ചൺ ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് 130 ഒമാൻ റിയാൽ ആയിരിക്കും തുടക്കത്തിൽ സാലറി ഉണ്ടാവുക. തുടക്കത്തിലാണ്, അത് നിങ്ങളുടെ ഒരു ഫിക്സഡ് സാലറി ആയിട്ടല്ല. തുടക്കത്തിൽ അവർ നിങ്ങൾക്ക് 130 ഒമാൻ റിയാൽ ആയിരിക്കും സാലറി തരിക. കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. കുക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും അത് ഡിസൈഡ് ചെയ്യുക, കൺഫേം ചെയ്യുക. എല്ലാ വേക്കൻസികളിലേക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിസക്കും മറ്റും കോസ്റ്റ് വരാത്തൊരു വേക്കൻസിയാണ്. പക്ഷേ ഇവിടെ നിലവിൽ ഒമാനിലുള്ളവരെ മാത്രമേ ഈ 4 പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, നിലവിൽ ഒമാനിലുള്ളവരായിരിക്കണം, നാട്ടിലുള്ളവരെ ഇവിടെ പരിഗണിക്കുന്നില്ല. നിലവിൽ ഒമാനിലുള്ള ഒരു 40 വയസ്സിന് താഴെ പ്രായമുള്ള ഈ ഒരു മേഖലയിൽ, റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ പരിഗണിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് നാളെ ഒമാനിൽ അവിടെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഒമാനിലുള്ള ആരെങ്കിലും ഈ ഒരു പോസ്റ്റുകളിലേക്ക് താല്പര്യമുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് റെസ്റ്റോറൻറ്റ് മേഖലയാണ്. നിങ്ങൾക്ക് എന്തായാലും 12 മണിക്കൂറിനടുത്ത് വർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ മാസത്തിൽ ലീവ് കാര്യങ്ങളുണ്ട്. 2 വർഷത്തെ പേപ്പർ തന്നെയാണ് ഇവരും പ്രൊവൈഡ് ചെയ്യുന്നത്. 2 വർഷത്തെ വിസ ആയിരിക്കും. 2 വർഷത്തിന് ശേഷം നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നാളെ ഏപ്രിൽ 16-ാം തീയതി നമുക്ക് ഒമാനിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള വേക്കൻസിയുടെ ഇന്റർവ്യൂ നാട്ടിലാണ് നടക്കുന്നത്, ഏപ്രിൽ 16-ാം തീയതി.